recipes in മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു നാടൻ വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. പിടിയും കോഴിക്കറിയും. വളരെ ടേസ്റ്റിയാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ചിക്കൻ കറി ഉണ്ടാക്കി പിടിയുടെ കൂടെ കഴിക്കാൻ പറ്റും. പക്ഷെ ട്രഡീഷണൽ ആയിട്ട് പിടിയുടെ കൂടെ നമ്മളെപ്പോഴും വറുത്തരച്ച കോഴിക്കറി അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ കോഴിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്ന കോഴിക്കറിയിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞതാണ്. വറുത്തരച്ച കോഴിക്കറിനേലും കുറച്ചും കൂടെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. പിടിയുടെ കോമ്പിനേഷനായ കോഴിക്കറി ആദ്യം റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പം നമുക്കിതിലോട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് വ്യത്യാസപ്പെടുത്താം കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് 2 വലിയ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ്ഡ് ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് മൂന്നും കൂടെ പേസ്റ്റാക്കി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. പിന്നെ വെളുത്തുള്ളി തീരെ ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ 3-4 വെളുത്തുള്ളിയും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 സെക്കൻഡോളം ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 മീഡിയം സൈസ്ഡ് സവോള ഈ ഒരു രീതിയിൽ നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ സവോള വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെറുതാക്കി അരിയുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു കറിക്ക് ഈ ഒരു രീതിയിൽ നീളത്തിൽ അരിയുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നല്ലതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തായാലും ഇട്ടേക്കാം. അങ്ങനെ കുറച്ച് സമയം ഇളക്കി കഴിയുമ്പോൾ തന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ സവോള ഇളക്കുമ്പോൾ ആ സവോള പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും അതുപോലെ തന്നെ ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് തന്നെ മാറാനായിട്ട് തുടങ്ങും. നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന സവോള ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. അതായത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ മസാലകളൊക്കെ ചേർത്ത് തുടങ്ങാം. നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം ഒരു 10 സെക്കൻഡോളം നമുക്ക് ഇതേപോലെ ഇളക്കിയെടുക്കണം. ഒരു വലിയൊരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുളക് പൊടിയുടെ അളവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. മുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു 10-12 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. വീണ്ടും ഒരു 10-12 സെക്കൻഡ് ഈ ഒരു രീതിയിൽ ഇളക്കിയെടുക്കുക. ഫ്രഷ് ആയിട്ട് പൊടിച്ച ഗരം മസാലയാണ് ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ജീരകം, 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്ക, പിന്നെ കുരുമുളക് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ വറുത്തിട്ടൊന്നുമല്ല നമ്മൾ പൊടിക്കാനായിട്ട് വെച്ചത്, കാരണം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമ്മളിട്ട് വഴറ്റുമ്പോൾ തന്നെ നന്നായിട്ട് വറുത്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എണ്ണയുടെ ആവശ്യം തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്ത് കഴിയുമ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതേപോലെ വഴറ്റിയെടുക്കാനായിട്ട്. കാരണം നമ്മൾ ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയെടുക്കണം. അപ്പോൾ മാറിയെടുക്കണമെങ്കിൽ ഒരു 7-8 മിനിറ്റും കൂടി ഇതേപോലെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഏകദേശം ഒരു 6-7 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പച്ചമണം മാറി കിട്ടണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ മാറിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ തക്കാളി ചേർക്കാവൂ, അല്ലെങ്കിൽ അതിൻ്റെ ആ കുത്തെല്ലാം മുന്നിട്ട് നിൽക്കും, നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റും കാണില്ല. അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ്, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എണ്ണ ഒഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ.
അങ്ങനെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതേപോലെ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് സവോളയും മസാലയായിട്ട് യോജിച്ച് കിട്ടിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം 650 ഗ്രാം ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ഏകദേശം ഒരു അരക്കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിന് ശേഷം തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാൻ പോവുകയാണ്. പിന്നെ ഞാനിപ്പോൾ റോസ്റ്റാണ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വെള്ളം ഒഴിക്കില്ല സാധാരണ രീതിയിൽ. പക്ഷെ ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഗ്രേവിയൊക്കെ വേണം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കുന്നത്. കാരണം ചിക്കൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം നല്ല വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളം ഒഴിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം തുറന്നിട്ട്. എന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മളുടെ പിടി റെഡിയാക്കി എടുക്കാം. ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് പിടി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു സോസ് പാനിലോട്ട് ഞാൻ 1.25 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ചേർത്തിട്ടുള്ളത് 1.25 കപ്പ് വെള്ളവും പ്ലസ് 2 ടീസ്പൂൺ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഒരു ചെറിയ ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഒരു ചെറിയൊരു ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു വെളുത്തുള്ളിയും 2 ചുവന്നുള്ളിയും വളരെ ചെറുതാക്കി അരിഞ്ഞതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാനാക്കി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുക, ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ചിക്കൻ വെന്തു എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ വെന്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഫ്രഷ് ആയിട്ട് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം ഇനിയിപ്പോൾ കറിവേപ്പില ഞാൻ ചേർക്കാൻ പോവുകയാണ്. അപ്പം ഈ കറിവേപ്പില ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇത് തിളപ്പിക്കാൻ ഇടവരുത്തരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പിടി മാത്രം റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോയിലാക്കി വെക്കണം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് നല്ല വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 1.5 കപ്പ് അരിപ്പൊടിയാണ്. അതായത് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് 1.5 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചേർത്ത ഈ അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയും 1.5 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് തേങ്ങയും കൂടെ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് ഒരുമിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ആ തേങ്ങ അങ്ങനെ ചെയ്യാൻ മറന്നുപോയതുകൊണ്ടാണ് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തേങ്ങ ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തുകൊണ്ട് തന്നെ ഇതുപോലെ കുറേ നേരം ചെയ്യണം എന്നില്ല, കാരണം ചിലപ്പോൾ അത് അടി പിടിക്കുമല്ലോ. അതുകൊണ്ട് അത് അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഇപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് പാകമാണ്, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഈ കറക്റ്റ് മെഷർമെൻറ്റിൽ എടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഓരോ പൊടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ചിലപ്പോൾ ചില പൊടിക്ക് കൂടുതൽ വെള്ളം വേണം, ചില പൊടികൾക്ക് കുറവ് വെള്ളം മതി. അപ്പം അങ്ങനെയാകുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ആദ്യം ഞാൻ ഈ പറഞ്ഞ കണക്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതങ്ങോട്ട് മൂടി വെച്ച് ഇതിന് ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതായത് നമ്മളുടെ കൈ കൊണ്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന അത്രയും ആ ഒരു ചൂട് വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അവിടെ നിന്ന് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതേപോലത്തെ ഒരു പരന്ന പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ മുഴുവനായിട്ടും ചൂടാറരുത്, കാരണം ചൂടാറിയിട്ട് കുഴക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ്നെസ് കിട്ടില്ല. മാക്സിമം നമുക്ക് പറ്റാവുന്ന അത്രയുള്ളൊരു ചൂടിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്.
അപ്പോൾ ഇതേ ടെക്നിക്കാണ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്ത് കോഴിക്കട്ട ചെയ്തപ്പോഴും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് കോഴിക്കട്ട വളരെ സോഫ്റ്റായിട്ട് കിട്ടിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ് ആ ഒരു സമയത്ത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കോഴിക്കട്ടയൊന്നും അത്ര സോഫ്റ്റായിട്ട് ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിലത്തെ കോഴിക്കട്ട വീഡിയോ കാണാൻ മറക്കരുത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ അത്രയും സോഫ്റ്റ് കോഴിക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇടിയപ്പം ആണെങ്കിലും അതെ, നല്ല സോഫ്റ്റായിട്ട് ഇതേ ടെക്നിക്ക് ഫോളോ ചെയ്താൽ നല്ല സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. രണ്ടിൻ്റെയും വീഡിയോ ലിങ്ക് താഴെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. അപ്പം ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ പിടി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഇതേപോലെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് ഓരോ ഉരുളയും ഇതേപോലെ അരിപ്പൊടിയിൽ മുക്കിയെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ ഉരുളയും ഈ ഒരു രീതിയിൽ അരിപ്പൊടിയിൽ മുക്കിയെടുത്ത് മാറ്റി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളിങ്ങനെ അരിപ്പൊടിയിൽ മുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒന്നിൻ്റെ മുകളിൽ ഒട്ടിപ്പോവാണ്ടിരിക്കാനും, അതുപോലെ തന്നെ നമ്മളിത് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് അരിപ്പൊടി അങ്ങോട്ട് കലക്കി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കുറുകി കിട്ടാനായിട്ട്. എല്ലാം തന്നെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടാനും ഒരുപാട് അങ്ങോട്ട് സഹായിക്കും. ഈ പിടി റെഡിയാക്കി എടുക്കാനായിട്ട് ഇതേപോലത്തെ ഒരു വിസ്താരമുള്ള ഒരു പാൻ അല്ലെങ്കിൽ പാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 2ാം പാലാണ് എടുത്തിട്ടുള്ളത്, അതായത് കട്ടി തേങ്ങാപ്പാലല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് 2ാം പാല് ഞാൻ 1.5 ഗ്ലാസ്സാണ്, ഒരു സ്റ്റാൻഡേർഡ് ഗ്ലാസ്, മെഷറിംഗ് കപ്പല്ല ഞാൻ പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ഗ്ലാസ്, വലിയൊരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പിടിയിലും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചത് ഞാൻ മുഴുവൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതാണ് കേട്ടോ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള പിടികളെല്ലാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഇത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളയ്ക്കാനാക്കി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിടിയുടെ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തിളയ്ക്കണം. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തിളയുടെ മുകളിലോട്ട് വേണം നമ്മൾ ഈ പിടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇല്ലെങ്കിൽ തിളക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അത് അങ്ങോട്ട് ശരിയാവില്ല, അത് പ്രോപ്പറായിട്ട് വെന്ത് കിട്ടില്ല, പൊടിഞ്ഞു പോകും, അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ തിളയുടെ മുകളിലോട്ട് വേണം നിങ്ങൾ ഈ പിടിയെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഞാനും ഇതേപോലെ നല്ല തിളയ്ക്കുന്ന അതിലോട്ടായിരുന്നു ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിടി നമ്മൾ വെന്തിട്ടുണ്ട് നേരത്തെ തന്നെ, കാരണം നമ്മൾ തിളച്ച വെള്ളത്തിലാണ് അത് കുഴച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും കുറച്ച് സമയം കൂടെ, പെട്ടെന്ന് തന്നെ ആകൂട്ടോ, ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ അത് വേവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക ഇതുപോലെ. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഒരുപാട് ഇളക്കേണ്ടത് പൊടിഞ്ഞു പോകും. അങ്ങനെ ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആകും, അങ്ങനെ മണിക്കൂറുകളോടൊന്നും ഇട്ട് ഇളക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതേപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇത്രയും തന്നെ കുറുകേണ്ട ആവശ്യമില്ല ശരിക്കും, കാരണം ഇരിക്കും തോറും അത് കൂടുതൽ കുറുകി വരികയുള്ളൂ. അപ്പം ഇപ്പം നമ്മളുടെ പിടി നല്ല സോഫ്റ്റ് പിടിയാണ്, നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിൽ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യാൻ മറന്നു, ഈ സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടി റെഡി ആയിട്ടുണ്ട്. പിടിയും കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെയധികം ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.